മറ്റുള്ളവരുടെ രഹസ്യങ്ങൾ അന്വേഷിക്കുക എന്നുള്ളത് മനുഷ്യന്റെ ഒരു ഹോബിയാണ്. അതെല്ലാ മേഖലയിലും ഉണ്ട്. മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു അതൊക്കെ ഇങ്ങനെ നമ്മൾ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇന്ന് അതുപോലത്തെ ഒരു വീഡിയോ ആണ്. നമ്മൾ മറ്റുള്ള വാട്സാപ്പ് എങ്ങനെ നമ്മുടെ ഫോണിൽ എത്തിക്കാം എന്നത് തന്നെയാണ് ഇതിന്റെ കണ്ടന്റ്. പക്ഷെ ഇതിൽ ചെറിയ വ്യത്യാസമുണ്ട്. മറ്റേ നമ്മൾ QR കോഡ് സ്കാൻ ചെയ്തിട്ടാണ് നമ്മൾ എത്തിക്കുക. പക്ഷെ ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് നമ്മളൊരു ലിങ്ക് വഴി കണക്ട് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊക്കെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ മനസ്സമാധാനമുള്ള ജീവിതമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ മറ്റുള്ളവരുടെ രഹസ്യങ്ങൾ അന്വേഷിക്കാൻ പോകാതിരിക്കുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇവിടെ ഈ ആപ്ലിക്കേഷൻ ഞാൻ നിങ്ങളെ മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഈ ആപ്ലിക്കേഷൻ തന്നെയാണ് ഇന്നത്തെയും താരം. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഇതുപോലെ ഓപ്പൺ ചെയ്യുക. വാട്സ് സ്കാൻ എന്നാണ് അതിന്റെ പേര് കേട്ടോ. അപ്പോൾ പരസ്യം വരും. പരസ്യം വന്നു കഴിയുമ്പോൾ ഒരു ഇൻറ്റു മാർക്ക് വരും. സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇതുപോലത്തെ ഒരു സ്ക്രീൻ വരും. ഇവിടെ വാട്സ് വെബ് അത് തന്നെ വീണ്ടും സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആവും. അപ്പോൾ ഇവിടെ QR കോഡും വരും. ഈ കോഡ് സ്കാൻ ചെയ്താൽ ഈ ഫോൺ ഉപയോഗിച്ചിട്ട്, ഈ ഫോണിലെ വാട്സാപ്പ് ഉപയോഗിച്ചിട്ട്, ഈ വെള്ള ഫോണാണ്, ഈ വെള്ള ഫോണിലെ വാട്സാപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ വരുന്ന കോഡ് സ്കാൻ ചെയ്താൽ ഈ വെള്ള ഫോണിലെ വാട്സാപ്പ് ഈ ഫോണിൽ വരും. അതാണ് ഇവിടുത്തെ ടിപ്പ്. പക്ഷെ ഇന്ന് നമ്മൾ അങ്ങനെയല്ല ചെയ്യുന്നത്. നമ്മളിവിടെ ഇങ്ങനെ QR കോഡ് വന്നു കഴിയുമ്പോൾ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്യാം. അപ്പൊ ഇവിടെ ലിങ്ക് വിത്ത് ഫോൺ നമ്പർ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് സെലക്ട് ചെയ്യാം. ഇത് സെലക്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു ഫോൺ നമ്പർ ചോദിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഈ വെള്ള ഫോണിന്റെ ഫോൺ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കണം. അപ്പൊ നമുക്ക് ഏത് ഫോണിന്റെ വാട്സാപ്പ് ആണോ നമ്മുടെ ഫോണിൽ വേണ്ടത് ആ ഫോണിന്റെ നമ്പർ നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. അപ്പൊ അതെ, ഞാൻ നമ്പർ എൻ്റർ ചെയ്യാൻ പോവാണ്. ഓക്കെ, നമ്പർ എൻ്റർ ചെയ്തു. അതോടൊപ്പം നമ്മുടെ ഈ വാട്സാപ്പ്, ഈ വെള്ള ഫോണിന്റെ വാട്സാപ്പ് ആണല്ലോ ഈ ഫോണിലോട്ട് വേണ്ടേ. അപ്പൊ നമ്മൾ ഈ വാട്സാപ്പ് ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ ഡോട്ട് പ്രസ് ചെയ്യുന്നു, 3 എണ്ണം. അത് കഴിഞ്ഞിട്ട് ലിങ്ക് ഡിവൈസ് സെലക്ട് ചെയ്യുന്നു. ഓൾറെഡി ഇവിടെ ഞാൻ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ലിങ്ക് ഡിവൈസ് എന്നുള്ള ഓപ്ഷൻ വേണ്ടി ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ ഇവിടെ താഴെ സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ വരുമ്പോൾ അതിന്റെ താഴെ ലിങ്ക് വിത്ത് ഫോൺ നമ്പർ എന്നുള്ളത് കാണാൻ സാധിക്കും. അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇവിടെ ഈ സ്ക്രീൻ, നല്ല ഫോണിലെ സ്ക്രീൻ ഇതുപോലെയാണ്. നമുക്ക് ഇവിടെ നെക്സ്റ്റ് കൊടുക്കാം. അപ്പൊ ഇതുപോലെ ഒരു കോഡ് വന്നു. ഈ കോഡ് നമ്മൾ ഈ ഫോണിൽ അടിച്ചു കൊടുക്കണം. വെള്ള ഫോണിൽ അടിച്ചു കൊടുക്കണം. ഇങ്ങനെ അടിച്ചു കൊടുത്തു കഴിയുമ്പോൾ സ്ക്രീൻ ഇതുപോലെയാണ്. ഇന്ന് ലോഗിൻ എന്നുള്ളത് ഇങ്ങനെ കാണിക്കും. അപ്പൊ ഇതുപോലെയാണ് നമ്മുടെ രണ്ടാമത്തെ എന്താ പറയാ, രണ്ടാമത്തെ സെറ്റിങ്സ്. അതായത് വീണ്ടും ഇത് ഈ ഫോൺ, ഈ വെള്ള ഫോൺ ഈ കറുത്ത ഫോണിൽ വന്നേക്കുവാണ്. ഇവിടെ നമ്മുടെ വാട്സാപ്പ് അപ്ഡേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടൊരു പോപ്പപ്പ് ആണ് വന്നേക്കുന്നത്, അല്ലെ നോട്ടിഫിക്കേഷൻ ആണ് വന്നേക്കുന്നത്. നമ്മൾ എന്തായാലും ഇപ്പൊ അത് ചെയ്യുന്നില്ല, നമ്മൾ ലേറ്റർ അടിക്കുകയാണ്. അപ്പൊ അവരിതിൽ പറയുന്നുണ്ട് കറന്റ് മോഡിൽ ഇത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യത്തില്ല, പുതിയ അപ്ഡേറ്റ് കൊണ്ടുവരണം, പുതിയ വാട്സാപ്പ് അപ്ഡേറ്റ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. നമ്മൾ എന്തായാലും ഇപ്പൊ അത് ചെയ്യുന്നില്ല. നമ്മളിപ്പോ ഇതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. നമ്മൾ ലേറ്റർ അടിച്ചു. അപ്പൊ നിങ്ങൾക്ക് കാണാം, നമ്മളൊരു കോഡ് കൊടുത്തു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ വാട്സാപ്പ് ഇത് ഇവിടെ വന്നേക്കുക. ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, ഈ വാട്സാപ്പ് വാട്സ് വെബിൽ വന്നിട്ടുണ്ട്. അതായത് എന്റെ കറുത്ത ഫോണിൽ വെളുത്ത ഫോണിന്റെ വാട്സാപ്പ് വന്നിട്ടുണ്ട്. ഇതിങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ദൂരെ വേണേലും നിങ്ങൾക്ക് ഈ ഫോൺ കൊണ്ട് പോവാം. അതായത് ഈ 2 ഫോണും അടുത്തടുത്ത് വേണമെന്നില്ല. രണ്ടാമത്തെ കാര്യം, ഈ ഒരു കോഡ് നിങ്ങൾക്ക് എത്ര അകലെ ഇരുന്നായാലും നിങ്ങൾക്ക് ഈ ഒരു കാര്യം സെറ്റ് ചെയ്യാൻ പറ്റും. നമ്മളെ മറ്റു വാട്സാപ്പ് നമ്മുടെ ഫോണിലേക്ക് എത്തിക്കാൻ നമുക്ക് പറ്റും. എത്ര അകലെയാണ് നമ്മളെങ്കിലും ഈ കോഡ് നമുക്കൊന്ന് കിട്ടേണ്ട ഒരു ആവശ്യമുണ്ട്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കോഡ് നമുക്കൊന്ന് കിട്ടണം. പക്ഷെ സ്കാൻ ചെയ്ത് അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് കോഡ് കിട്ടുക, കോഡ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക, പരിപാടി അവസാനിച്ചു. ചിലരൊക്കെ പറയാറുണ്ട് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഡിസ്കണക്ട് ആവും എന്നുള്ളത്. ഒരു 100 പേരെടുത്തു കഴിഞ്ഞാൽ അതിലൊരു 2-3 പേർക്കൊക്കെ അങ്ങനത്തെ ഇഷ്യൂസ് വരാറുണ്ട്. അത് ഒരു നിർഭാഗ്യകരമായ പരിപാടിയാണ്. ബാക്കിയുള്ള 97 പേർക്കും ഇത് കറക്റ്റ് ആയിട്ട് വർക്ക് ആവുന്നുണ്ട്. അപ്പൊ ഞാൻ പലർക്കും ഒരു സംശയം, ഇതെങ്ങനെ കണക്ട് ചെയ്യും, ഡിസ്കണക്ട് ചെയ്യുമെന്നൊരു ഡൗട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ ഡിസ്കണക്ട് ചെയ്യണമെങ്കിൽ ഈ വെള്ള ഫോൺ എടുക്കുക. ഈ വെള്ള ഫോൺ ആണല്ലോ നമ്മൾ ഈ കറുത്ത ഫോണുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചേക്കുന്നേ. അപ്പൊ ഞാൻ കാണിച്ചു തരാം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഇതുപോലത്തെ ആ ഒരു 3 ഡോട്ട് പ്രസ് ചെയ്യുക. അപ്പൊ ഇതുപോലെ ഒരു ഓപ്ഷൻ വരും. ഇവിടെ ലിങ്ക് ഡിവൈസ് എന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പൊ ഇതുപോലെ കാണാൻ സാധിക്കും. അപ്പോ നമുക്കിപ്പം ഇത് ഡിസ്കണക്ട് ചെയ്യണമെങ്കിൽ, ആ വാട്സാപ്പിലുള്ളത് നമുക്ക് കാണണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഈ വാട്സാപ്പ് മറ്റുള്ള ഫോണിൽ കിട്ടണ്ടെങ്കിൽ, നമ്മുടെ വാട്സാപ്പ് ആരെങ്കിലും ഒക്കെ ഇതുപോലെ എടുത്തു വെച്ചിട്ടുണ്ടോ, നമ്മളെ നിരീക്ഷിക്കുന്നുണ്ടോ എന്ന് ഡൗട്ട് ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷനിൽ വന്നിട്ട് അത് ചെക്ക് ചെയ്യാവുന്നതാണ്. ഈ ഒരു നമ്മളെ വാട്സാപ്പ് മറ്റുള്ള ഫോണിലുണ്ടെങ്കിൽ അത് ഇവിടെ ഇങ്ങനെ നമ്മളെ കാണിക്കും. ആരാ എന്താണെന്നൊന്നും കാണിക്കുകയല്ല, പക്ഷേ ഇതുപോലെ ആരോ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് കാണിക്കും. അപ്പൊ നമുക്ക് അത് വേണ്ട, അത് ഒഴിവാക്കണമെങ്കിൽ
ഇപ്പൊ ഞാൻ രണ്ടാമത്തേതാണ്, ഈ ഫോണിലത്തെ കണക്ഷനാണ് ഞാനിപ്പോൾ കട്ട് ചെയ്ത് കളയുന്നത്. ഈ കറുത്ത ഫോണിലുള്ള കണക്ഷനാണ് ഞാൻ കട്ട് ചെയ്ത് കളയുന്നത്. ഗൂഗിൾ ക്രോം അതാണ് ഈ ഫോണിൽ കണക്ട് ചെയ്ത് വെച്ചേക്കുന്നത്. അതായത് ഈ ഫോൺ മറ്റേത് കമ്പ്യൂട്ടറായിട്ട് കണക്ട് ചെയ്തേക്കുന്ന അത് നമ്മൾ കളയുന്നില്ല. ഈ ഫോണായിട്ട് ഈ കറുത്ത ഫോണിൽ കണക്ട് ചെയ്തേക്കുന്നത് നമ്മൾ കളയുകയാണ്. ഈ ഗൂഗിൾ ക്രോം എന്നുള്ളത് സെലക്ട് ചെയ്യുക. അപ്പം ഇതുപോലെ ഒരു ഓപ്ഷനാണ് വരിക. ഇവിടെ ഗൂഗിൾ ക്രോം macOS ലാസ്റ്റ് ആക്ടിവേറ്റ് ടുഡേ 8:37 PM ഇന്ന് ആക്ടിവേറ്റ് ചെയ്തേക്കുന്നത്. നമ്മുടെ ഇങ്ങനെ കാണിക്കും കേട്ടോ, എന്ന് മുതലാണ് നമ്മൾ നിരീക്ഷിക്കപ്പെട്ടതെന്ന് നമുക്കിങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. ആരാന്ന് അറിയത്തില്ലെങ്കിലും നമ്മളിവിടെ എന്ത് ചെയ്യുക, ലോഗൗട്ട് കൊടുക്കുക. ലോഗൗട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെയാണ് സ്ക്രീൻ. അത് കഴിയുമ്പോൾ നമ്മളിത് ഈ കറുത്ത ഫോണിലെ വാട്സാപ്പ് നിങ്ങൾ നോക്കിക്കോ. നോട്ട് ലോഗൗട്ട് ആണ് കാണിക്കുന്നത്. നമുക്ക് ഒന്നുകൂടെ ശ്രമിക്കാം കേട്ടോ. ലോഗൗട്ടായി. അപ്പൊ കറുത്ത ഫോണിൽ ഇതുപോലെ അത് ഓട്ടോമാറ്റിക് ആയിട്ട് ലോഗൗട്ട് ആവും. നമ്മളെ നിരീക്ഷിക്കുന്ന വ്യക്തി എപ്പോഴും ഈ വാട്സ്ആപ്പ് ഇങ്ങനെ ഓപ്പൺ ചെയ്തിരിക്കില്ല. വാട്സാപ്പ് സ്കാൻ എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിരിക്കില്ല. ഇരിക്കുന്നുണ്ട് അയാൾക്ക് ഇങ്ങനെ കാണാം, ലോഗിങ് ഔട്ട് ആയിട്ട് ഇങ്ങനെ പോകുന്നത് കാണാം. ഒന്നും ചെയ്യാനൊന്നും പറ്റത്തില്ല, കണ്ടിരിക്കാവുന്നേ ഉള്ളൂ. കുറച്ചധികം സമയം ഇതിനെടുക്കുന്നുണ്ട് കേട്ടോ. മറ്റുള്ളതുപോലെ പെട്ടെന്ന് അങ്ങോട്ട്, അതായത് QR കോഡ് സ്കാൻ ചെയ്തിട്ട് നമ്മൾ വാട്സാപ്പ് മറ്റൊരാൾ എടുക്കുമ്പോൾ വളരെ പെട്ടെന്ന് ലോഗൗട്ട് ആവും. പക്ഷെ ഈ ഒരു കോഡ് അല്ലെങ്കിൽ ഈ ഒരു പിന്ന് വഴി നമ്മൾ കണക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അത് ലോഗൗട്ട് ആവാൻ ഭയങ്കര മടിയാണ്. ലോഗൗട്ട് ആയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ വെള്ള ഫോണിൽ നിന്ന് ആ ഒരു കണക്ഷൻ പൂർണ്ണമായിട്ടും അപ്രതീക്ഷിതമായിട്ടുണ്ട്. കാരണം നേരത്തെ അവിടെ ക്രോം എന്നൊരു ഓപ്ഷൻ കാണിച്ചിരുന്നു, ഇപ്പൊ അത് കാണാനില്ല. അപ്പൊ ഇവിടെ അത് തെളിയാനായിട്ട് നമ്മുടെ കറുത്ത ഫോണിൽ അത് തെളിഞ്ഞു വരാനായിട്ട് കുറച്ച് സമയങ്ങൾ എടുക്കും. ഇതിലെ ബാക്കി കാര്യങ്ങളൊക്കെ മറ്റേ വീഡിയോയിൽ പറഞ്ഞതുപോലെയാണ്. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഈ ആപ്ലിക്കേഷൻ സംബന്ധമായി ചെയ്തിട്ടുണ്ട്. ചാറ്റുകളൊക്കെ നിങ്ങൾക്ക് കാണുകയും വായിക്കുകയും ഒക്കെ ചെയ്യാം. അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പൊ അതിൽ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പറഞ്ഞ് സമയം കളയുന്നില്ല. അപ്പൊ നേരത്തെ പറഞ്ഞ ഒന്നുകൂടെ പറയുകയാണ്, ആദ്യമായിട്ട് ചാനൽ കാണുന്നവരും ഈ വീഡിയോ ഉപകാരപ്പെടുന്നവരും ഒക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരണം കേട്ടോ. ഇവിടെ ഡു നോട്ട് ക്ലോസ് ദ വിൻഡോ എന്ന് കറുത്ത ഫോൺ കാണിക്കുന്നുണ്ട്. നമുക്കൊന്ന് ക്ലോസ് ചെയ്ത് നോക്കാം, എന്താ സംഭവിക്കാൻ നോക്കാലോ. ഓക്കെ, അപ്പൊ ഇവരുടെ ഈ ആപ്ലിക്കേഷന്റെ പെയ്ഡ് കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അത് നമ്മൾ വീണ്ടും ക്ലോസ് ചെയ്തപ്പോൾ ഇതുപോലെ പരസ്യം വന്നു. ഇത് ചെയ്തു. ഇനി നമ്മൾ വാട്സാപ്പ് ഒന്ന് എടുത്ത് നോക്കിയാൽ ഈ കണക്ഷൻ പോയിട്ടുണ്ടോ എന്ന് അറിയാലോ. ഓക്കെ, അപ്പൊ നമ്മുടെ ലോഗൗട്ട് ആയിട്ടുണ്ട് കേട്ടോ, പേടിക്കാനൊന്നുമില്ല. ഇതില് കറുത്ത ഫോണിൽ കാണിക്കാനൊരു വിഷമം, ഇത്രയും നേരം മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നതല്ലേ. അപ്പൊ അത് പുറത്ത് പറയാൻ പുള്ളിക്കൊരു മടി. എന്തായാലും വെള്ള ഫോണ് ഫ്രീ ആയിട്ടുണ്ട്, ആരും നിരീക്ഷിക്കുന്നില്ല.